കടുകുമണിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഷനെ അറിയുവാൻ, മിഷനെ സ്നേഹിക്കുവാൻ, മിഷണറി ആകുവാൻ സിറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തലോയി അയക്കപ്പെട്ടവർ. MSTയുടെ മാധ്യമഭാഗമായ ഇമ്പാക്റ്റും ഷാലോം ടിവിയും ചേർന്നൊരുക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളെ ഏറ്റവും അധികം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളാണ്. അച്ചടിയിൽ തുടങ്ങിയ അതിന്റെ തുടക്കം ഇന്ന് സോഷ്യൽ മീഡിയയിൽ എത്തി നിൽക്കുന്നു. പത്രത്തിൽ നിന്ന് അറിയുന്ന വാർത്തയേക്കാൾ കൂടുതൽ വേഗത്തിൽ സോഷ്യൽ മീഡിയ വാർത്തകൾ നമ്മുടെ മുമ്പിൽ എത്തിച്ചു തരുന്നു. എന്താണ് ഈ മാധ്യമങ്ങളുടെ ലക്ഷ്യം? ഇവയുടെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, നെഗറ്റീവ്സ് എന്തൊക്കെയാണ്? നമ്മുടെ വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കുവാൻ എങ്ങനെ ഈ സോഷ്യൽ മീഡിയാസിനെ നമുക്ക് യൂസ് ചെയ്യാം? നമുക്ക് പോകാം, അറിയാൻ, മനസ്സിലാക്കാൻ ജോസഫിന്റെ അടുക്കലേക്ക്. പ്രിയ കടുകുമണി പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി കടുകുമണി അപ്പസ്തലോയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വാസ ജീവിതത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്നതാണ് ഇന്നത്തെ ആധുനിക യുഗത്തിലെ മാധ്യമങ്ങൾ. ക്രിസ്തീയ ജീവിതവും മാധ്യമങ്ങളും, ഇതാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ പഠിക്കുവാൻ പോകുന്നത്. പ്രിയ കടുകുമണി കൂട്ടുകാരെ, എന്തൊക്കെയാണ് മാധ്യമങ്ങൾ? റേഡിയോ ഉണ്ട്, ടി വി, ന്യൂസ് പേപ്പർ, ഫേസ്ബുക്ക്, ഓക്കെ, ഇൻ്റർനെറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെ വ്യത്യസ്തമായ മാധ്യമങ്ങൾ നമ്മളിന്ന് ഉപയോഗിക്കുകയും കാണുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമുക്കറിയാം, മനോഹരമായൊരു കഥയുണ്ട്, യവനിക നഗരി. അത് ശക്തമാണ്, അതിൻ്റെ കാവൽ സൂക്ഷിപ്പിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന മതിലുകൾ ശക്തമാണ്. ശത്രുസൈന്യം ഈ രാജ്യത്തെ ആക്രമിക്കാൻ വരികയാണ്. അവർ വന്നു, ട്രൈ ചെയ്തു. ഈ മതിൽ, ഈ സംരക്ഷണ ഭിത്തി തകർത്ത് അകത്ത് കയറുവാൻ വേണ്ടി അവർ ആഞ്ഞ് പരിശ്രമിക്കുകയാണ്. അവരെ കൊണ്ട് സാധിച്ചില്ല. ശത്രു സൈന്യം പരാജയപ്പെട്ട് തിരിച്ചോടുകയാണ്. തിരിച്ചോടിയ സമയത്ത് അവർ മനോഹരമായ ഒരു കുതിരയെ ഉണ്ടാക്കിയ, തടിയിൽ കൊത്തി ഉണ്ടാക്കിയ മനോഹരമായ ഒരു കുതിരയെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അതിനുശേഷം ശത്രുസൈന്യം ഓടിപ്പോയതിനു ശേഷം ഈ രാജ്യത്തെ ആൾക്കാർ മതിലിന് പുറത്ത് വന്നപ്പോഴത്തേക്ക്, സംരക്ഷണ ഭിത്തിയുടെ പുറത്ത് വന്നപ്പോഴത്തേക്ക് മനോഹരമായ ഒരു കുതിര കിടക്കുന്നത് കാണുകയാണ്. അതിനെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആഘോഷമായിട്ട് അതിനെ എടുത്ത് കൊണ്ടതിന് ശേഷം മതിലിനകത്ത്, രാജ്യത്തിനകത്ത് കൊണ്ട് സ്ഥാപിക്കുകയാണ്. അത്രമാത്രം മനോഹരമാണ്, അത്രമാത്രം ഇഷ്ടപ്പെട്ടു അവർക്ക്. രാജകീയമായിട്ട് അതിനെ കൊണ്ടുവന്ന് അകത്ത് സ്ഥാപിക്കുകയാണ്. അതിനുശേഷം മതിലുകളെല്ലാം അടച്ചു പൂട്ടി സ്ഥാപിച്ചതിന് ശേഷം അവരെല്ലാം പോയി കടന്നുറങ്ങുകയാണ്. രാത്രിയിലായപ്പോൾ ശത്രു സൈന്യം ആ കുതിരയുടെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു പടയാളി ഉണ്ടായിരുന്നു. അയാൾ ആ കുതിരയെ തുറന്ന് പുറത്ത് കടന്ന് ഇവരുടെ മതിലുകളുടെ വാതിലുകൾ തുറക്കുകയാണ്. ശത്രു സൈന്യം അകത്ത് പ്രവേശിക്കുകയാണ്. ഇതാണ് ഇന്ന് മാധ്യമങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാധ്യമങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. എന്താണ്? നമ്മൾ എത്രമാത്രം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടും, എത്രമാത്രം വാതിലുകളൊക്കെ അടച്ചു പൂട്ടി സുരക്ഷിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അകത്തിരുന്നാലും അറിഞ്ഞും അറിയാതെയുമായിട്ട് ഇന്നത്തെ മാധ്യമങ്ങൾ അകത്ത് പ്രവേശിക്കുകയാണ്. നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ മാധ്യമങ്ങൾ ഇന്ന് പലപ്പോഴും തിന്മയിലാണ് കലാശിക്കുന്നത്. നമ്മുടെ അറിവ് കൊണ്ടോ, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും നമ്മൾ തിന്മയിലേക്കാണ് ഈ മാധ്യമങ്ങൾ വഴിയായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഒരു ചെറിയ ഗെയിം. നമുക്ക് സാധാരണഗതിയിൽ എൻ്റെ കയ്യിലൊരു കഥയുണ്ട്, ഒരു ചെറിയ കഥ. ഈ കഥ ഞാൻ ആദ്യമത്തെ ദിയയെ കാണിക്കുകയാണ്. ദിയ ഈ കഥ വായിച്ചതിന് ശേഷം ഈ കഥ എന്താണെന്ന് ഇമ്മാനുവലിനോട് പറയുന്നു. ഇമ്മാനുവൽ ചാക്കോച്ചനോട് പറയുന്നു. ചാക്കോച്ചൻ തെരേസിനോട്, തെരേസ് ഓടി വന്ന് ഇവിടെ പറയുന്നു. അതിനുശേഷം അവസാനം ഈ കഥ എന്നെ പറഞ്ഞു കേൾപ്പിക്കണം, അല്ലെങ്കിൽ ഈ ഓഡിയൻസിനെ പറഞ്ഞു കേൾപ്പിക്കണം. ഓക്കെ, റെഡിയാണല്ലോ? ഓക്കെ.
ഓക്കെ, ഇനിയിപ്പം സോന നമുക്ക് വേണ്ടി ഇവിടെ പറഞ്ഞ കഥ, ഞാൻ കാണിച്ച കഥ എന്താണെന്നുള്ളത് പറയുകയാണ്. ഓക്കെ, നിർത്തി വ്യക്തമായിട്ട് പറഞ്ഞു. 70 വയസ്സുള്ള ഒരു മുത്തശ്ശി വളഞ്ഞ കുടയുമായി 60 രൂപയ്ക്ക് ടാക്സി കയറി സൂര്യാസ്തമയം കാണാൻ പോയി. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ. 70 വയസ്സുള്ള ഒരു മുത്തശ്ശി വളഞ്ഞ കുടയുമായി 60 രൂപയ്ക്ക് ടാക്സി 60 രൂപ കൊടുത്ത് ടാക്സിക്ക് സൂര്യാസ്തമയം കാണാൻ പോയി. ഓക്കെ, ഇനി എന്താണ് ഞാൻ കാണിച്ചതെന്നുള്ളത്, എന്താണ് ഞാൻ കാണിച്ചതെന്നുള്ളത് ഇതാ ദിയ ഒരിക്കൽ നമുക്ക് വേണ്ടി വായിക്കുകയാണ്. 70 വയസ്സുള്ള ഒരു മുത്തശ്ശി 100 രൂപ കൊടുത്ത് കുതിരവണ്ടിയിൽ കയ്യിലൊരു വളഞ്ഞ വടിയും കുടയുമായി സൂര്യാസ്തമയം കാണാൻ പോയി. കണ്ടോ, ഇത്രയും പേരോട് വന്നപ്പോഴത്തേക്ക് അത് 60 വയസ്സുള്ള മുത്തശ്ശിയായി, 60 രൂപ കൊടുത്ത് ടാക്സിയായി. ഇവിടെ കുതിരവണ്ടിയാണ് പറഞ്ഞിരുന്നത്, അത് ടാക്സിയായി. വളഞ്ഞ വടി എന്നുള്ളത് വളഞ്ഞ കുടയായി. അപ്പോൾ ഇതാണ് നമുക്കറിയാം, ഇത്രയും പേരിലൂടെ കഴിഞ്ഞു പോയപ്പോൾ ഇത് തന്നെയാണ് മാധ്യമങ്ങളിൽ സംഭവിക്കുന്നത്. ആദ്യമേ കാണുന്ന ഒന്ന് ഇത് പരലോടെ പാസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം മാറുന്നു, അതിൻ്റെ ലക്ഷ്യം മാറുന്നു, ഈവൻ അതിൻ്റെ കണ്ടൻറ്റ് പോലും, അതിൻ്റെ സാരാംശം പോലും മാറുകയാണ്. അപ്പോൾ അവസാനം വരുമ്പോഴത്തേക്കും എന്തിനു വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചത്, എന്തിനു വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത് എന്നതിൻ്റെ ലക്ഷ്യം ഒരിക്കലും എത്തപ്പെടുന്നില്ല. സൂര്യാസ്തമയം കാണാൻ തന്നെയാണ് പോയത്, പക്ഷേ ആൾ മാറിപ്പോയി, വണ്ടി മാറിപ്പോയി, കുതിരവണ്ടി എന്ന് പറഞ്ഞ ടാക്സി ആയിപ്പോയി. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് മാധ്യമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത്. ഉണ്ടാക്കിയത് പ്രത്യേകമായ ലക്ഷ്യത്തിന് വേണ്ടി, പക്ഷേ ഇന്ന് ഉപയോഗിക്കുന്ന വേറൊന്നിനു വേണ്ടി. രണ്ടാമതായിട്ട് മാധ്യമങ്ങൾ വരുന്ന പല വാർത്തകളും അല്ലെങ്കിൽ പല നല്ല കാര്യങ്ങളും അത് 4-5 പേരിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു സാധനം കണ്ടു, അതിനുശേഷം ഞാനത് വളർത്തിയ ആൾക്ക് പാസ് ചെയ്യുകയാണ്. അങ്ങനെ പാസ് ചെയ്ത് അവസാനം വരുന്ന ആൾക്ക് ഞാൻ ഉദ്ദേശിച്ച ആളേ അല്ലായിരിക്കും, ഞാൻ ഉദ്ദേശിച്ച കഥയേ അല്ലായിരിക്കും, ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യമേ അല്ലായിരിക്കും. ഇതാണ് പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളിൽ നടക്കുന്നത്. ഇത് സംഭവിക്കുന്ന വഴിയായിട്ട് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിന് എതിരായിട്ട് നമ്മൾ പോവുകയാണ് പലപ്പോഴും. നമുക്കറിയാം ഇന്നത്തെ യുഗത്തിൽ നമ്മളറിയാം, ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ വിശ്വാസത്തിനെതിരായി പ്രചരിക്കുന്ന അനേകം കാര്യങ്ങൾ, അനേകം ഫോട്ടോകൾ, അനേകം വാർത്തകൾ, ഇതൊക്കെ നമ്മൾ കാണുന്നത് പലപ്പോഴും അറിഞ്ഞും അറിയാതെയും നമ്മളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിനകത്ത് വന്ന് വീഴുകയാണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കാം എന്താണ് ഈ മാധ്യമങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു 3 ആളുകൾ നമുക്കറിയാം, 2ാം വത്തിക്കാൻ കൗൺസിലിൽ ഒരു ഡിഗ്രി തന്നെയുണ്ട്, ഒരു ഡിഗ്രി തന്നെ എഴുതിയിട്ടുണ്ട് മാധ്യമങ്ങളെ പറ്റി. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 3 ലക്ഷ്യങ്ങളാണ് മാധ്യമങ്ങൾക്കുള്ളത് എന്നത്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ളത്, നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഡിഗ്രി എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേതാണ് പഠിപ്പിക്കുക. മാധ്യമങ്ങൾക്കുള്ള ലക്ഷ്യമാണ് പഠിപ്പിക്കുക എന്നുള്ളത്. പല അറിവുകളും നമുക്ക് ലഭിക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. പക്ഷേ നമുക്കറിയാം തീർച്ചയായിട്ടും നമ്മൾ സ്കൂളിൽ ലഭിക്കുന്നത് പോലെ ഒരു പഠിപ്പീര് മാധ്യമങ്ങൾ സംഭവിക്കുകയില്ല. കാരണം സ്കൂളിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോഴേക്കും, നമ്മുടെ മാതാപിതാക്കളുടെ ഇടയിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴേക്കും നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്, നമ്മുടെ കുറവുകൾ എന്താണെന്നറിയാം, നമ്മുടെ കഴിവ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവർ പഠിപ്പിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന അറിവ് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് നമ്മൾ മാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ടത്. ആ പഠനം നമ്മുടെ സ്കൂളിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, നമ്മുടെ പള്ളികളിൽ നിന്ന്, ഇടവകയിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവുകളെ പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം മാധ്യമങ്ങൾക്ക് അറിയത്തില്ല, ഇപ്പം കാണുന്ന മാധ്യമം ഉപയോഗിക്കുന്ന ഞാൻ, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഞാൻ, ആ ഫേസ്ബുക്കിന് അറിയത്തില്ല എൻ്റെ നന്മ എന്താണ്, എൻ്റെ കഴിവെന്താണ്, എൻ്റെ കുറവെന്താണെന്ന് അറിയത്തില്ല. അവരറിവുകൾ തന്നുകൊണ്ടേയിരിക്കും. അതേസമയത്ത് ഞാൻ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും എൻ്റെ കുറവെന്താണെന്നും എൻ്റെ ബലഹീനത എന്താണെന്നും എൻ്റെ കഴിവെന്താണെന്നും എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് എന്നെ അധ്യാപകർ പഠിപ്പിക്കുന്നത്. പക്ഷേ മാധ്യമങ്ങൾക്ക് എൻ്റെ കുറവെന്താണ്, എൻ്റെ കഴിവെന്താണെന്ന് അറിയത്തില്ലാതെ അറിവുകൾ തന്നുകൊണ്ടേയിരിക്കും. നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, പലപ്പോഴും നമ്മൾ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് പോകും, ബലഹീനത അതാണെങ്കിൽ. അതുകൊണ്ട് ഒന്നാമത്തെ ലക്ഷ്യം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. മാധ്യമങ്ങളിലെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യം നമ്മൾ സ്വീകരിക്കുമ്പോൾ മനസ്സിലാക്കുക, എനിക്ക് ബാഹ്യമായ ലോകത്തു നിന്ന് ലഭിക്കുന്ന അറിവുകൾ, സ്കൂളിൽ നിന്നും പള്ളിയിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവുകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി വേണം ഞാൻ മാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തേതാണ് വിനോദം അല്ലെങ്കിൽ അറിവ് നൽകുക. അതിനുശേഷം നമുക്ക് വിനോദത്തിലേക്ക് കാണാം. അറിവ് നൽകുക എന്നുള്ളത് തീർച്ചയായിട്ടും പഠിപ്പിക്കുമ്പോൾ നമുക്ക് അറിവാണ് ലഭിക്കുന്നത്. നമുക്ക് ഈ ലോകത്തിൽ എന്ത് സംശയമുണ്ടോ അതെല്ലാം നമുക്ക് മാധ്യമങ്ങളോട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ മറുവശത്ത് സംഭവിച്ച കാര്യങ്ങൾ ഇന്ന് തന്നെ നമുക്ക് അറിവായിട്ട് ലഭിക്കുകയാണ്. ആ ലോകത്തിൽ അമേരിക്കയിൽ ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ അതിൻ്റെ അറിവ് ലഭിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വിദേശത്തായിരിക്കുന്ന ഒരാൾക്ക്, ഇപ്പം കേരളത്തിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഈ കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ
ലഭിക്കുകയാണ് മാധ്യമങ്ങളിലൂടെ. അവിടെ ഇൻ്റർനെറ്റിലൂടെയും ടി വിയിലൂടെയും റേഡിയോയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അറിവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങൾ സമയങ്ങളിൽ തന്നെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അറിവ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണം അറിവിന് വേണ്ടി മാധ്യമങ്ങളെ ഉപയോഗിക്കണം. അറിവുകൾ ലഭിക്കുവാൻ വേണ്ടി മാധ്യമങ്ങൾ ഉപയോഗിക്കണം. നല്ല ഗുണമാണ് അല്ലേ? ഇനി മൂന്നാമത്തതാണ് അവസാനം പറഞ്ഞതുപോലെ ഇമാനുവൽ പറഞ്ഞ പോലെ വിനോദമാണ് അവസാനം. നമുക്കറിയാം ഇഷ്ടം പോലെ മാധ്യമങ്ങൾ നമുക്ക് സന്തോഷം നൽകുന്നതാണ്. ഒരു റിലാക്സേഷൻ, അധ്വാനിച്ച് കടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് പാട്ട് കേൾക്കുന്ന വഴിയായിട്ട്, ഒരു സിനിമ കാണുന്ന വഴിയായിട്ട്, ഇൻ്റർനെറ്റിലെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വഴിയായിട്ട്, ഷോർട്ട് ഫിലിം കാണുന്ന വഴിയൊക്കെ ആയിട്ട് നമുക്ക് വിനോദമാണ് ലഭിക്കുന്നത്. പക്ഷേ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, ഈ വിനോദം എൻ്റെ വിശ്വാസത്തിനും എൻ്റെ പാരമ്പര്യത്തിനും എതിരായിട്ട് പോകരുത്. കാരണം ഇന്ന് കൂടുതൽ മാധ്യമങ്ങളിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, കേന്ദ്രീകരിക്കുന്നത് ഈ വിനോദത്തിലേക്കാണ്. അറിവിലും അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് വിനോദം. കാരണം ഇന്ന് ആൾക്കാരെല്ലാം കുറച്ച് സന്തോഷം ആസ്വദിക്കണം, ആഘോഷിക്കണം എന്നുള്ള ചിന്തയിലേക്കാണ് ഇന്ന് ലോകം വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആസ്വാദനം അല്ലെങ്കിൽ ഈ ആഘോഷം എന്ന് പറയുന്നത് വിനോദത്തിലേക്കാണ് നീങ്ങുന്നത്. ഈ വിനോദത്തിന് വേണ്ടിയാണ് കൂടുതലും മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്. അവൻ്റെ ചിന്താഗതികളെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളൊക്കെ ഈ വിനോദത്തിലേക്ക് കൂടുതലായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ ഒരു കാര്യം പറഞ്ഞു നോക്കാം. വെറുതെ എൻ്റെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ, നമുക്ക് ഇന്നത്തെ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന, നമുക്കറിയാം നിങ്ങളൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതാണ് അല്ലേ? ഇപ്പോൾ പക്ഷേ അനേകം പേർ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതാണ്. അതിനകത്തുള്ളൊരു ഓപ്ഷനാണ് നമ്മുടെയൊക്കെ സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നൊരു പരിപാടി അല്ലേ? ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ച് നോക്കാം, എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു ഓപ്ഷൻ ഇട്ടിരിക്കുന്നത്? കാരണം ഇന്നത്തെ ആധുനിക യുഗത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു പ്രത്യേകത, പണ്ട് കാലങ്ങളിൽ 10 വർഷം മുമ്പാണെങ്കിൽ നമുക്കറിയാം ഭവനങ്ങളിൽ 5, 6, 7 മക്കളുണ്ട്, കാരണന്മാരുണ്ട്, വല്യപ്പച്ചനുണ്ട്, വല്യമ്മച്ചിയുണ്ട്, അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, 4, 5, 6 മക്കളുണ്ട്. അപ്പോൾ അവിടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം. നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ എൻ്റെ അനിയനെ ചേട്ടന്മാർ അല്ലെങ്കിൽ പെങ്ങന്മാരൊക്കെ വന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ പപ്പായും മമ്മിയും വന്ന് കറക്റ്റ് ചെയ്യുകയാണ്, ഇത് ഇങ്ങനെ ചെയ്ത് നന്നായിരിക്കുന്നു അല്ല മോശമായിരിക്കുന്നു പറഞ്ഞു. ഇന്നിപ്പോൾ ആരാ ഉള്ളത്? 1, 2 പേരേ ഉള്ളൂ. പപ്പായും മമ്മിയും ജോലിക്ക് പോയിരിക്കുകയാണ്. ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ അവിടെ കമ്പ്യൂട്ടറിന് മുമ്പിൽ, അനിയത്തി ഉണ്ടെങ്കിൽ അനിയത്തി മൊബൈൽ ഫോണിൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് ഇത്? സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യുകയാണ്, ഞാൻ കുളിക്കാൻ പോവുകയാണ്, അപ്ഡേറ്റ് ചെയ്യുകയാണ്. കുളി കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോഴേക്ക് ഫേസ്ബുക്ക് നോക്കുമ്പോഴത്തേക്ക് 10 പേര് ലൈക്ക് അടിച്ചിരിക്കുന്നു. എന്തൊരു സന്തോഷമായി അല്ലേ? പണ്ട് കാലത്ത് നമ്മുടെ ചേട്ടാനിയന്മാർ പറയുകയാണ് കുളിച്ചല്ലേ നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ഇന്നെനിക്ക് ചേട്ടാനിയന്മാർ ആരും പറയാനില്ലാത്തതുകൊണ്ട്, പപ്പായും മമ്മി പറയാൻ തിരക്കായതുകൊണ്ട് ഞാൻ ഉടനെ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്, ഞാൻ കുളിക്കാൻ പോയിരിക്കുകയാണ്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് 10 പേര് ലൈക്ക് അടിച്ചു, എനിക്ക് സന്തോഷമായി. ഇതാണ് നമ്മുടെ തന്നെ മാതാപിതാക്കന്മാരെ, നമ്മുടെ തന്നെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലുള്ള മാധ്യമങ്ങളിൽ വീണ് പോകുന്നുണ്ടെങ്കിൽ, മാധ്യമങ്ങളുടെ പ്രവണതകളിൽ വീണ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറവുകൾ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തന്നെയായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സമയാസമയങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുകയും തിരുത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ മാധ്യമങ്ങളുടെ 3 ഉപയോഗങ്ങളിൽ പഠിപ്പിക്കുക, അറിവ് നേടുക എന്നതിനേക്കാൾ ഉപരിയായി വിനോദത്തിലേക്ക് പോവുകയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ 3 ലക്ഷ്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കാം. ഇന്നത്തെ മാധ്യമങ്ങൾ നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ നല്ല വശങ്ങളുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കണം. ഇഷ്ടം പോലെ നല്ല കാര്യങ്ങൾ മാധ്യമങ്ങളോട് സംഭവിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും കുഞ്ഞുമക്കൾ, നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പറിലേക്കൊക്കെ തിരിഞ്ഞു നോക്കണം, നമുക്ക് ഇഷ്ടംപോലെ കാണാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ്, ഇൻ്റർനെറ്റിൻ്റെ റേഞ്ച് പഠിക്കാൻ വേണ്ടി 3ാമത്തെ നിലയിൽ ടെറസിൽ പോയതാണ്, താഴോട്ട് പോയി. ഒരു ജീവിതമാണ് പൊലിഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പേപ്പറിൽ വന്നതാണ്, TV സീരിയൽ വെക്കുന്നതിനെ പിന്നുള്ള തമ്മിൽ വഴക്കുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. ചേട്ടൻ അനിയനെ അവിടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വാക്കത്തിയാണ്ടായിരുന്നു, എടുത്തൊരു അടി കൊടുത്തു. പേപ്പറിൽ വന്നതാണ്. സീരിയൽ മാറ്റുന്നതും ക്രിക്കറ്റ് കാണുന്നതും തമ്മിൽ വഴക്കുകൂടിയതാണ്. അതിനുശേഷം ഇതൊക്കെയാണ് അതിപ്രസരം എന്ന് പറയുന്നത്. ഇതുപോലെ അല്ലെങ്കിൽ നമുക്കറിയാം, ഇന്ന് ദൈവികതയെ, മാനുഷികതയെ തൊട്ടുണർത്തേണ്ട മാധ്യമങ്ങൾ പലപ്പോഴും മൃഗീയതയാണ് മനുഷ്യനിൽ തൊട്ടുണർത്തുന്നത്. ഇതിൽ വീഴരുത്. വിശ്വാസം നമുക്കറിയാം, നമ്മൾ പഠിച്ചിരിക്കുന്ന വിശ്വാസമുണ്ട്, നമ്മൾ പഠിച്ച യേശുവിൻ്റെ പാരമ്പര്യമുണ്ട്, സഭാ പാരമ്പര്യമുണ്ട്. അതിൽ നിലനിൽക്കുമ്പോൾ, അതിൽ വളരുമ്പോൾ ഇതുപോലുള്ള ചതിക്കുഴികളിൽ വീഴരുത്. അല്ലെങ്കിൽ അത് മാധ്യമങ്ങളെ പറ്റി വീണ്ടും തിരിഞ്ഞു നോക്കണം. നമുക്കറിയാം ഇഷ്ടം പോലെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇൻ്റർനെറ്റിലൂടെ കണ്ടുമുട്ടുന്നവരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ, യാതൊരുവിധ ബന്ധങ്ങളുമില്ല. ആദ്യമായിട്ട് ഇൻ്റർനെറ്റിൽ കണ്ടുമുട്ടിയതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധങ്ങൾ. അതിനുശേഷം അറിഞ്ഞു വരുമ്പോഴത്തേക്കാണ് നമ്മളെ ചതിക്കുകയാണെന്ന് അറിയുന്നത്. എത്രയോ പേരാണ് ഇതുപോലെ ചതിയിൽ വീണ് നമ്മുടെ തന്നെ ജീവിതം നശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയ കടുകുമണി കൂട്ടുകാരെ, പ്രിയ പ്രേക്ഷകരെ, മാധ്യമങ്ങൾ നന്മയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം തൻ്റെ കഴിവ് മാധ്യമങ്ങളിലൂടെ ഇന്ന് ലോകത്തിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ വക്താക്കളാകാൻ നമുക്ക്
തീർച്ചയായിട്ടും അറിവിനും പഠിപ്പിക്കുന്നതിനും വേണ്ടിയാണ് മാധ്യമങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടത്. വിനോദവും ആവശ്യമാണ്. അത് ഒരു പരിധി വിട്ട് നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങൾക്കെതിരായിട്ട് പോകുമ്പോഴേക്കും അതിൽ വീഴാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം, സൂക്ഷിക്കാം. കാരണം വിശ്വാസത്തിൽ വളരുന്നവരായ നമ്മളെ വീഴിക്കുവാനും വേണ്ടി പിശാചുക്കളുടെ ശക്തി തീർച്ചയായിട്ടും ഉണ്ടാകും. അവിടെ അതിജീവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എത്രമാത്രം ശക്തമായി വാതിലുകൾ അടച്ചാലും ശത്രു അറിയാതെ തന്നെ നമ്മുടെ അകത്ത് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നമുക്ക് സൂക്ഷിക്കാം, നമ്മളെ തന്നെ ഒരുക്കാം. ഈ യുദ്ധത്തിൽ, ഈ ആത്മീയ യുദ്ധത്തിൽ വിജയിക്കുവാൻ വേണ്ടി ദൈവത്തോട് താരിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കടുകുമണി കൂട്ടുകാരെ, നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് മാധ്യമങ്ങളെക്കുറിച്ചാണ്. മാധ്യമങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അവയുടെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നാം പഠിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയോ? ഓക്കെ. എങ്ങനെ ഇതിനെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ ഇതിലൂടെ നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു പാർട്ട് ഈ മാധ്യമങ്ങൾക്കും ഇല്ലേ? ഉണ്ട്. നമ്മളപ്പം കുറച്ച് സമയം കൂടുതൽ ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഓക്കെ. അപ്പം ഈ മാധ്യമങ്ങളൊന്നും ഒരിക്കലും നമ്മളെ റൂൾ ചെയ്യാൻ ഇടവരുത്തരുത്. മനസ്സിലായോ? ഇവയെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഭവമാക്കി മാറ്റണം. മനസ്സിലായോ? എന്നിട്ട് ഇവയെ നമ്മുടെ ഈശോയെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി യൂസ് ചെയ്യണം. നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന കുറേ ലൈക്സുകൾക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പകരം ഈശോ തരുന്ന ഒരു ലൈക്കിന് വേണ്ടിയാണ്. അപ്പം ഈശോ തരുന്ന ഒരു ലൈക്ക് സ്വായത്തമാക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈശോയെ നമ്മുടെ ലൈഫിലേക്ക് ടാഗ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈശോയെ നമ്മുടെ ലൈഫിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അതിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കാം. പ്രിയ പ്രേക്ഷകരെ, കടുകുമണി കൂട്ടുകാർ പറഞ്ഞതുപോലെ ഈശോയുടെ ഒരു ലൈക്കിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈ നവമാധ്യമങ്ങളെ നമ്മുടെ വിശ്വാസ ജീവിതം പരിപോഷിപ്പിക്കുന്നതിനായി നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിതവയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ.